ഹലോ ഗായ്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് സ്വാതന്ത്ര്യദിനമാണ്. അപ്പോൾ എല്ലാവർക്കും സ്വാതന്ത്ര്യദിനാശംസകൾ. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഉണ്ട് ഇന്ന് ഒഴിവുള്ള ദിവസമായ കാരണം ഫ്ലിപ്പിൻ്റെ ക്ലാസ് ഉണ്ട്, പിന്നെ കർണാട്ടിക്കിൻ്റെ ക്ലാസ് ഉണ്ട്. അപ്പോൾ ഞാൻ ക്ലാസ്സിലേക്ക് പോവുകയാണ്. 3 മണിക്കാണ് ക്ലാസ് തുടങ്ങണത്. അപ്പോൾ ഞാൻ പോകാൻ സമയത്ത് എൻ്റെ അനിയത്തി എൻ്റെ യാത്രയൊക്കെ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ക്യാമറ തിരിച്ചപ്പോൾ അവൾ ഓടി വിടുന്നു. അവള് എന്താ പറയുക, കുളിച്ച് സുന്ദരി ഒന്നായിട്ടില്ലാത്ത കാരണം കൊണ്ടാണ് കേട്ടോ. അവരൊക്കെ കുളിച്ച് സുന്ദരികളായിട്ട് മാത്രമേ ക്യാമറയുടെ മുന്നിൽ വരുള്ളൂ. നമ്മൾ പിന്നെ പ്രശ്നമൊന്നുമില്ല, നമ്മൾ എങ്ങനെ ആയാലും മേക്കപ്പ് ഒന്നിരിക്കലും വരും. ഇതൊക്കെ ഈ എന്താ പറയുക, മൈഗ്രൈൻ്റെ തലവേദന ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കൂടുതലായ കാരണം കൊണ്ട് ഇപ്പോൾ പോകുമ്പോൾ മാത്രമാണ് ഈ പുട്ടും പുരികൊക്കെ ഉണ്ടാവുള്ളൂ. ക്ലാസ്സിൽ പോയി മുഖം കഴുകിയിട്ട് ഇതൊക്കെ തുടച്ച് കളയും. കാരണം ഭയങ്കര തലവേദന, എനിക്ക് ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ വരുന്നുണ്ട് ഇതൊക്കെ വരുമ്പോൾ. എപ്പോഴെപ്പോഴും തലവേദന വരണ കാരണം ഞാൻ വർത്താനം പറയുമ്പോൾ തപ്പലൊക്കെ വരുമ്പോൾ അവൾ എന്നെ അവിടെ വന്നിട്ട് കളിയാക്കി ചിരിക്കുകയാണ്. മനുഷ്യന്മാരല്ലേ വർത്താനം പറയുമ്പോൾ ചിലപ്പോൾ തപ്പലൊക്കെ വരും അല്ലേ. അപ്പോൾ നമുക്ക് ക്ലാസ്സിൽ പോയിട്ടുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണാം. അങ്ങനെ ഞാൻ ഇതവിടെ ക്ലാസ്സിൻ്റെ അവിടെ എത്തിയപ്പോൾ നമ്മുടെ പ്രീതേച്ചി ഒരു കൊടിയുമായി മൽപ്പിടുത്തത്തിലാണ്. അതെവിടെ വെക്കണം, എങ്ങനെ വെക്കണം, അങ്ങനെ വെച്ചിട്ട് ശരിയാവണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആളാ കൊടിയും കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് വെക്കാൻ വേണ്ടിയിട്ടൊരു സ്ഥലമില്ലാണ്ട് നിൽക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു മരുന്നും കുപ്പിയുടെ തൊട്ടടുത്തൊക്കെ ആയിട്ട് ആൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ തൊട്ടപ്പുറത്ത് തന്നെ നമ്മുടെ ദാസേട്ടൻ കാറ് കഴുകണുണ്ടായിരുന്നു. ആളെന്താ വണ്ടിയിൽ കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് വണ്ടി വൃത്തികേടായി എന്നൊക്കെ പറഞ്ഞിട്ട് ആളവിടെ നിന്ന് വണ്ടി കഴുകണുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കൂടെ നമ്മുടെ മഹിമ ഉണ്ടായിരുന്നു. അവൾ തന്നെ ഞാൻ ക്യാമറയിൽ കാണിച്ചിട്ടില്ല. ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേ അല്ലേ, അപ്പോൾ അവൾക്ക് ഓഫീസ് ഒഴിവായിരുന്നു. അപ്പോൾ അവളുണ്ടായിരുന്നു അവിടെ. അങ്ങനെ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ദാസേട്ടൻ കാറ് കഴുകണ കണ്ടത്. അപ്പോൾ കുറച്ച് നേരം വ്ളോഗിൽ ആളേനെയും കൂടിയും ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇവർ ദാസേട്ടൻ്റെ കട കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കട കാണാൻ വേണ്ടിയിട്ട് ഉള്ളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ദാസേട്ടൻ കടയുടെ ഉള്ളിലൊക്കെ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഗ്ലാസ് ഇങ്ങനെ പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ അകത്തേക്ക് കാണില്ല അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ടാൾ. അങ്ങനെ ശങ്കരേട്ടൻ വന്നപ്പോൾ ഞാനങ്ങനെ ക്ലാസ്സിലേക്ക് വന്നപ്പോൾ ഫുഡ് കഴിക്കേണ്ട സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കാലത്ത് അനിയത്തി പുട്ട് തന്നിട്ടുണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. ഉച്ചയ്ക്കുള്ള ചോറ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞാനവിടെ വർത്താനം പറയുന്ന നിന്ന കാരണം കൊണ്ട് കാലത്തത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി വിട്ടുപോയിട്ടാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ടീച്ചേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കൂടെ ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് താഴെ അങ്ങനെ നിന്നുപോയി. അപ്പോൾ ഞങ്ങൾ ആ കാലത്തത്തെ ഉച്ചത്തെ ഫുഡ് ഒരുമിച്ച് കഴിക്കാമെന്ന് വെച്ച് വന്നു. അങ്ങനെ അപ്പോൾ ഞങ്ങളിത് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ തുടങ്ങും. അപ്പോൾ ആൾ യൂട്യൂബ് ആയ കാരണം കൊണ്ട് ഭയങ്കര വിനയ കുനിയനായിട്ടിരിക്കുകയാണെന്നുള്ള സംഭവം കാണിക്കുകയാണ് കേട്ടോ. കണ്ട ഭയങ്കര ഡീസൻ്റായിട്ട്. പക്ഷേ ലാസ്റ്റ് ആ ഡീസൻസിയൊക്കെ ആളുടെ കയ്യിൽ നിന്ന് പോയി. ആൾ വീഡിയോയുടെ മുമ്പിൽ വെറുതെ ചുമ്മാ കണ്ട ഡാൻസ് കാണിച്ച് കോക്രി കാണിച്ചിട്ടാണ് ലാസ്റ്റ് ആൾ പോയത്. കുട്ടികളെ എടുക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. ആളുടെ ചേട്ടൻ്റെ കുട്ടികളുണ്ട്, അപ്പോൾ അവരെ കൊണ്ടുവരാൻ വേണ്ടി പോയതാണ്. അപ്പോൾ എനിക്ക് കുറച്ച് എഴുതാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാനത് എഴുതി വയ്ക്കുകയൊക്കെ ചെയ്യായിരുന്നു കേട്ടോ. അപ്പോൾ തന്നെ അവർ വന്നു. 2 പേര് വന്നിട്ടുണ്ട് കേട്ടോ ക്ലാസ്സിന്. ശങ്കരേട്ടൻ്റെ ചേട്ടൻ്റെ കുട്ടികളാണ് നിഖിലേഷ്, ദക്ഷ. അപ്പോൾ നിഖിലേഷിൻ്റെ ഒരു പെർഫോമൻസ് ആണ് ഇനി അടുത്തത്. ചെയ്യടാ, വീഴരുത് കേട്ടോ. വാ ദക്ഷ ക്ലാപ്പ് ചെയ്യടി. മറിയാൻ പോവാ. മറി. വാ, ആ ബെഡ് കയറ്റിട്ടിട്ട് മറിഞ്ഞേക്കിയേ. ആ ബെഡ് കുറച്ചും കൂടി അടിപൊളിയാ. ചെയ്യരുത് കേട്ടോ ദക്ഷ, ചെയ്യരുത് കേട്ടോ. എനിക്ക് വാ യൂട്യൂബിലിടാനാ. ഒന്ന് ഇപ്പം നിന്റെ തലയിൽ ഇപ്പോൾ തട്ടിയത്. ഒതുങ്ങിക്ക് കേട്ടാ. അതിൻ്റെ മുകളിൽ ഒറ്റയ്ക്കൊന്നും പൊട്ടൊന്നും ചെയ്യരുത്. നീ അതിനായിട്ടില്ല. കുറച്ചും കൂടി കയറണം. നീ എല്ലാം ചെയ്ത് തലടിച്ചായിരുന്നു ഇപ്പോൾ. ദക്ഷ മാറിക്കോ, അവൻ ഓടി വരും. വാ, സൂപ്പർ. തലതട്ടിയില്ല. കുട്ടി പറഞ്ഞു. പാരഡി പൊട്ടിട്ട് അങ്ങനെ കാക്കിയ. സൂപ്പർ. നീ അങ്ങനെ ചെയ്യാറായോ? ദൈവം, അങ്ങനെ ചെയ്യല്ലേ ദക്ഷ. മതി. സൂപ്പർ. ഇത് വരച്ചെന്താരാണ്? കൈ കാണിച്ച് പോയി എന്തിച്ചടാ. ഹായ്, അവൻ വരച്ചതാണ് കേട്ടത്.
പാട്ട് പാട്, ഒരു പാട്ട് പാട്. നീ പാടുന്നു പറഞ്ഞു, പാപ്പൻ പറഞ്ഞു നീ പാടുന്നേ. നീ പാടിയേ പൊടി പാടിയേ ഉഷാറായിട്ട് പാടിക്കോ. വന്നിട്ട് പാട് അവിടെ കേക്കാല്ല. ആദ്യം പുതിയ അയ്യനിഖിലേഷിന് നാണോ, അയ്യനിഖിലേഷിന് നാണോ. ആ എല്ലാരും കയ്യടിക്ക്. നന്നായി പാട്ട് പാടി രക്ഷ. വായല് മിഠായിയാണ് വെള്ളറക്കുള്ളു. പ്രത്യക്ഷ പാടി ആ പാടാപ്പാറിനെ ഇപ്പൊ വീട്ടിൽ കൊണ്ടാക്കും. ആ നീ വെറുതെ ചാടിക്കോ. ദക്ഷ ചാടാൻ പഠിച്ച്, ദക്ഷ സ്കിപ്പ് ചെയ്യാൻ പഠിച്ചിട്ടാ. ആ ധാര ഉരുണ്ട് പോണേ, ധാര ഉരുണ്ട് പോണത്. ആ രണ്ടും കൂടി വീണു. ഓക്കെ വണ്ണ് പറയുമ്പോൾ അവിടെ ഉണ്ട്, 1 2 എന്ന് പറയുമ്പോൾ അവിടെ ഉണ്ട്. ഇനി ഓരോന്നിനും ഓരോ കൗണ്ടാണ് കേട്ടോ. ഓക്കെ ഇനി അവിടെ നിന്ന് തന്നെ കേട്ടോ, അവിടെ നിന്ന് നോക്കി പോകണം. ബാക്കിൽ പോകണം, നോക്കി പോകണം. നന്നായി ബാൻഡ് ചെയ്ത് പോകണം. അയച്ചാരാണ് കാണുന്നുണ്ടോ? എല്ലാവരും ഒരു സൈഡിക്കല്ല, റിവേഴ്സ് വേണ്ടേ? ഇവിടെ നിന്നിടുവോ? അത് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇടും. കൊണ്ടുചോള കെട്ടണോ?
അങ്ങനെ ഫ്ലിപ്പിൻ്റെ ക്ലാസ്സൊക്കെ കഴിയാറായി. നമ്മുടെ കർണാട്ടിക്കിൻ്റെ ക്ലാസ് തുടങ്ങേണ്ട സമയമായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവരുടെ കൂടെ ഒരു ചെറിയ മോനും കൂടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യാൻ വന്നതല്ല, വെറുതെ ക്ലാസ് കാണാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ ഫ്ലിപ്പിൻ്റെ ക്ലാസ്സൊക്കെ കഴിഞ്ഞു, കർണാട്ടിക്കിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഒരു 6:30 ആകുമ്പോൾ നമ്മുടെ കർണാട്ടിക്കിൻ്റെ ക്ലാസ്സും കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസത്തെ വീഡിയോ ഇതായിരുന്നു. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ഗായ്സ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. ബൈ.